എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ സ്പൈസസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്പൈസസ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇതൊരു എമൗണ്ട് അടച്ച് കുറച്ച് വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പൈസസ് ബോർഡ് നടത്തുന്ന എക്സിബിഷനുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കും, അവരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ. അതായത് നിങ്ങളെ അറിയിക്കും ഇങ്ങനെയുള്ള എക്സിബിഷനുകൾ ഉണ്ട് എന്ന്. അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യാത്ര ചെയ്യാം, എക്സിബിറ്റ് ചെയ്യാം. ഈ യാത്രാ ചെലവിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് ഈ യാത്രയ്ക്ക് ശേഷം തിരിച്ചു തരാനുള്ള സ്കീമും ഉണ്ട്. അപ്പം രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ഗുണം ഉള്ളത് നിങ്ങൾക്ക് ഇൻ്റർനാഷണലി മാർക്കറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇത് മാത്രമല്ല, വേറൊരു കാര്യമുള്ളത്, ചില പ്രോഡക്റ്റുകൾക്ക് രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനേ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം ചില കമ്മോഡിറ്റികൾക്ക് RCMC അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്, ചില കമ്മോഡിറ്റികൾക്ക് നിർബന്ധമല്ല. പക്ഷേ ഉള്ളത് എപ്പോഴും മാർക്കറ്റിംഗ് പോയിന്റിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈസസ് ബോർഡിൻ്റെ കേസാണ്. നമുക്ക് ഇഷ്ടം പോലെ കമ്മോഡിറ്റി ബോർഡ് അല്ലെങ്കിൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകളുണ്ട്. അതായത് ജെം ആൻഡ് ജുവലറിക്ക് ഒരു കൗൺസിലുണ്ട്, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. കോക്കനട്ടിന് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട്. കമ്മോഡിറ്റി ബോർഡ് എന്ന് പറയുന്ന ഈ ഡെവലപ്മെൻറ്റ് ബോർഡ് ഒരു കമ്മോഡിറ്റി ബോർഡാണ്. കൊയർ ബോർഡ് ഒരു കമ്മോഡിറ്റി ബോർഡാണ്. പിന്നെ കോഫി ബോർഡുണ്ട്, ടീ ബോർഡുണ്ട്. കേരളത്തിലാണെങ്കിൽ റബ്ബർ ബോർഡുണ്ട്. ഇപ്പം ഇഷ്ടം പോലെ കമ്മോഡിറ്റി ബോർഡ് ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിങ്ങളുടെ ഉൽപ്പന്നം ഏത് കമ്മോഡിറ്റി ബോർഡ് അല്ലെങ്കിൽ പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലാണ് വരുന്നത്, അവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ മൾട്ടിപ്പിൾ ഐറ്റം എക്സ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊമോഷൻ കൗൺസിലാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ, FIEO എന്നുള്ള ഒരു സ്ഥാപനം, സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനം. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യാം. കൂടാതെ അത് നിർബന്ധമായ ചില മേഖലകളുണ്ട് ഫുഡിൻ്റെയൊക്കെ കേസിൽ. അപ്പം ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് വയ്ക്കുക. എപ്പോഴാണ് എടുത്ത് വയ്ക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് നമ്പർ, ഈ കോഡ് എടുത്ത ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം ഇത് എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പോർട്ടിലേക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു ഹാപ്പി എക്സ്പോർട്ട് ഇമ്പോർട്ട് ജേർണി. താങ്ക് യു.